അറിയപ്പെടുന്ന സാംസ്കാരിക നഗരമായ തൃശ്ശൂരിലാണ് ഞങ്ങൾ നിൽക്കുന്നത്. ഒരു പക്ഷേ തൃശ്ശൂർ എന്ന് കേൾക്കുന്ന സമയത്ത് നിങ്ങളുടെ മനസ്സിലേക്ക് ആദ്യം എന്നത് പൂരങ്ങളായിരിക്കും. വിദ്യാഭ്യാസ രംഗത്തുള്ള പൂരം കാണാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ നിങ്ങളെ ക്ഷണിക്കുന്നത്. ഞങ്ങൾ നിൽക്കുന്നത് തൃശ്ശൂരിലെ ഹൈബ്രിഡ് ക്യാമ്പസിലാണ് നിൽക്കുന്നത്. നമ്മുടെ ശക്തം ബസ് സ്റ്റാൻഡ് അടുത്തും അതേപോലെ തന്നെ മെട്രോ ജംഗ്ഷന്റെ സമീപത്താണ് നമ്മുടെ ഈ ലാൻഡ്മാർക്ക് എന്ന് പറയുന്നത്. JMK സാറേ, അതിന്റെ ഉള്ളിൽ സെൻട്രലൈസ്ഡ് AC ഉള്ള സമയത്ത് നമ്മൾ എന്തിനാണ് വെയിലത്തുനിന്ന് സംസാരിക്കുന്നത്? നമ്മൾ ഉള്ളിലോട്ട് പോകാം. യെസ്. മക്കളെ, നമ്മൾ സൈലത്തിന്റെ ഹൈബ്രിഡ് ക്യാമ്പസിലോട്ട് ആദ്യം കടന്നു വരുമ്പോൾ ആദ്യം നിങ്ങൾ കാണുന്നത് നമ്മുടെ റിസപ്ഷൻ ഏരിയ ആണ്. നിങ്ങൾക്ക് എന്ത് എൻക്വയറി ഉണ്ടെങ്കിലും നിങ്ങൾക്ക് ഇവിടെ ചോദിക്കാൻ പറ്റുന്നതാണ്. ശരിക്കും ഇതിന്റെ ഉള്ളിൽ കയറിയ സമയത്ത് തന്നെ നമ്മൾ പുതിയൊരു ലോകത്തേക്ക് എത്തിയൊരു പോലെയാണ്. ശരിക്കും നല്ലൊരു പോസിറ്റീവ് വൈബ് തന്നെയാണ്. JMK, നമ്മളിവിടെ വന്നിരുന്ന സമയത്ത് ഞാൻ ആദ്യം സെർച്ച് ചെയ്ത ഒരു ബുക്ക്ലെറ്റ് ആണ്. അപ്പോൾ ഇത് തുറന്ന് നോക്കിയിട്ടോ, ഇതിൻ്റെ രണ്ടാമത്തെ പേജിൽ എന്ത് പറയുന്നുണ്ട്, അക്കാദമിക് പ്ലാൻ പറയുന്നുണ്ട്. പക്ഷേ എന്നാൽ അതിനേക്കാൾ കൂടുതലൊക്കെ അട്രാക്ട് ചെയ്ത മറ്റൊരു പേജാണ്. അതായത് ഒരു ദിവസം ഒരു കുട്ടി എന്ത് പഠിക്കണം എന്നൊക്കെ കൃത്യമായിട്ട് ആദ്യമേ എഴുതി വെച്ചിട്ടുണ്ട്. അതായത് ഒരു വർഷത്തേക്ക് വേണ്ടിയുള്ള കംപ്ലീറ്റ് അക്കാഡമിക് സ്റ്റഡി പ്ലാൻ ഇവിടെ സൈലം സെറ്റ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. നിങ്ങൾ ഒരു ദിവസം എന്ത് പഠിക്കണം, എങ്ങനെ പഠിക്കണം എന്നൊക്കെ സൈലം തീരുമാനിക്കുന്നുണ്ട്. അതനുസരിച്ച് നിങ്ങൾ ഫോളോ ചെയ്യുകയാണെങ്കിൽ ഉറപ്പാണ് നിങ്ങൾക്ക് മികച്ചൊരു റിസൾട്ട് കിട്ടുന്നതായിരിക്കും. അതേപോലെ തന്നെ കുട്ടികൾക്ക് സംശയമുണ്ട്, എന്താണ് ഈ ഹൈബ്രിഡ് ക്യാമ്പസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്? ഹൈബ്രിഡ് ക്യാമ്പസ് ശരിക്കും എനിക്ക് തോന്നുന്നു ഇന്ത്യയിൽ തന്നെ ആദ്യമായിട്ട് കൊണ്ടുവന്നത് സൈലമാണ് എന്നാണ് എൻ്റെ ഓർമ്മയല്ല. ഇന്ത്യയിൽ ആദ്യമായി ഇങ്ങനെ ഒരു ഹൈബ്രിഡ് ക്യാമ്പസ് കൊണ്ടുവന്ന സൈലം തന്നെയാണ്. യെസ്, അതിൻ്റെ ഒരു ബെനിഫിറ്റ് എന്താണെന്ന് വെച്ചാൽ കുറേ കുട്ടികളുണ്ട് നമുക്ക് കേട്ട കാര്യങ്ങൾ വീണ്ടും ഒന്നുകൂടി കേൾക്കണം എന്ന് ആഗ്രഹിക്കാം. ഓൺലൈൻ ക്ലാസ്സുകൾ ഇഷ്ടപ്പെടുന്ന ആളുകളുണ്ട്. അതോടൊപ്പം തന്നെ ഓൺലൈൻ മാത്രം പോലെ ഓഫ്ലൈൻ ക്ലാസ്സുകളിൽ ടീച്ചേഴ്സിനോട് ഡയറക്റ്റ് ആയിട്ട് എനിക്ക് ഡൗട്ടുകൾ വരുന്ന സമയത്ത് അത് ക്ലിയർ ചെയ്യണം. ഇത് രണ്ടും കൂടി ഒരുമിച്ച് ചേർത്തുകൊണ്ടുള്ള ഒരു സിസ്റ്റമാണ് നമ്മുടെ ഹൈബ്രിഡ് സിസ്റ്റം എന്ന് പറയുന്നത്. അതായത് കുട്ടിക്ക് തലേന്ന് കൊടുക്കും, നമ്മൾ ടൈം ടേബിൾ കൊടുക്കല്ലോ ഓൾറെഡി. ആ ക്ലാസ് കണ്ടിട്ടായിരിക്കും കുട്ടി എന്താക്കുന്നത്, ഈ ഓഫ്ലൈൻ ക്ലാസ്സിലേക്ക് വരുന്നത്. അവിടുന്ന് കുട്ടി ഡയറക്റ്റ് ആയിട്ട് ടീച്ചേഴ്സിനോട് ചോദിക്കാണ് ആ കുട്ടിയുടെ ഡൗട്ട്സുകൾ. ഏറ്റവും വലിയൊരു ബെനിഫിറ്റ്, ഭയങ്കര എഫക്റ്റീവ് സിസ്റ്റമാണ് നമ്മുടെ ഹൈബ്രിഡ് സിസ്റ്റം എന്ന് പറയുന്നത്. പിന്നെ അതേപോലെ നമ്മുടെ എക്സാമിനെ കുറിച്ച് പറയുകയാണെങ്കിൽ നമ്മുടെ ഡെയിലി എക്സാം ഉണ്ടായിരിക്കും, മാത്രമല്ല മൊഡ്യൂൾ എക്സാം ഉണ്ടായിരിക്കും. അതിനേക്കാളൊക്കെ പുറമെ എല്ലാവരും ഉറ്റുനോക്കുന്ന ഒരു എക്സാമാണ് ഗ്രേറ്റ് ഇന്ത്യൻ ബാറ്റിൽ എന്ന് പറയുന്നത്. സൈലം നടത്തുന്ന ഓൾ കേരള, ഇപ്പോൾ അനുഭവമാണെങ്കിൽ കുറച്ച് കഴിയുമ്പോൾ ഒന്നുകൂടി വൈഡാക്കാം. യെസ്, ഓൾ ഇന്ത്യയിലേക്ക് തന്നെ വരും. അപ്പോൾ ഗ്രേറ്റ് ഇന്ത്യൻ ബാറ്റിൽ എക്സാംസ് നീറ്റിൻ്റെ അതേ മാതൃകയിലായിരിക്കും നടത്തുന്നത്. സാർ, നമുക്ക് ക്ലാസ് റൂമിലൊക്കെ ഒന്ന് പോകാലോ? ഏകദേശം ഒരു ഐഡിയ കിട്ടിയെന്ന് വിചാരിക്കുന്നു. ക്ലാസ് റൂമിലൊക്കെ പോകാം. ഹൈബ്രിഡ് സെന്ററിലാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത്. 3 നിലകളിലായിട്ട് 10 ക്ലാസ് റൂമുകളാണ് നിങ്ങൾക്ക് വേണ്ടി ഇവിടെ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്. നമുക്കറിയാം, ഒരു കുട്ടിക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം എന്ന് വെച്ചാൽ ആ കുട്ടി പഠിക്കുന്ന അറ്റ്മോസ്ഫിയർ ആണ്. അത്രയും അടിപൊളിയായിട്ടാണ് ഓരോ ഇൻഫ്രാസ്ട്രക്ചറുകളും ഇവിടെ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്. സെൻട്രലൈസ് AC ക്ലാസ് റൂമാണ് നിങ്ങൾക്ക് ഒരുക്കി വെച്ചിരിക്കുന്നത്. ഏറ്റവും കൂടുതലുള്ള കുട്ടികൾക്ക് പോലും കാണാനും കേൾക്കാനും തരത്തിലുള്ള പ്രൊജക്ടർ സംവിധാനം, അതേപോലെ തന്നെ സൗണ്ട് സിസ്റ്റമാണ് സൈലം നിങ്ങൾക്ക് ഇവിടെ ഒരുക്കി വെച്ചിരിക്കുന്നത്. ഒരു കുട്ടി ഏറ്റവും കൂടുതൽ സമയം സ്പെൻഡ് ചെയ്യുന്നത് ആ കുട്ടി പഠിക്കുന്ന ക്ലാസ് റൂമുകളിൽ തന്നെയാണ്. അതുകൊണ്ട് തന്നെ ഓരോ അധ്യാപകനും അന്ന് പഠിപ്പിച്ച മുഴുവൻ ടോപ്പിക്കും കുട്ടികൾക്ക് മനസ്സിലായെന്ന് വ്യക്തമായി ഉറപ്പുവരുന്നതിന് ശേഷം എല്ലാ ഡൗട്ടും ക്ലിയർ ചെയ്തതിനു ശേഷം മാത്രമായിരിക്കും ക്ലാസ്സിൽ നിന്ന് പുറത്തോട്ട് പോകുക. ഒരു മെറ്റീരിയൽ കാണുന്ന സമയത്ത് തന്നെ അത് കണ്ടാൽ പഠിക്കാമെന്ന് തോന്നുന്ന രീതിയിലായിരുന്നു നിങ്ങളുടെ ഓരോ മെറ്റീരിയൽസും നിങ്ങൾക്ക് വേണ്ടി ഇവിടെ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്. JMK സാർ, നമ്മൾ ഇനി കുട്ടികളെ പോയി കണ്ടാലോ? കുട്ടിക്ക് ഇപ്പോൾ എന്തെങ്കിലും കാര്യങ്ങൾ ആവശ്യമുണ്ട് എങ്കിൽ ആ കുട്ടിക്ക് സാധനങ്ങൾ വാങ്ങാൻ ക്യാമ്പസിന് പുറത്ത് പോകുക എന്ന് പറഞ്ഞൊരു ടാസ്ക്കാണ്. അവിടെ എന്തെങ്കിലും പരിഹാരം ഉണ്ടോ? അതുകൊണ്ട് തന്നെയാണ് നമ്മുടെ മിനിമാന്റെ പ്രസക്തി വരുന്നത്. നമ്മുടെ കുട്ടികൾക്ക് ആവശ്യമായ എല്ലാ കാര്യങ്ങളും നമ്മുടെ ക്യാമ്പസിനകത്ത് തന്നെ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. അതായത് നമ്മുടെ പുസ്തകമായിക്കോട്ടെ, ഭക്ഷണമായിക്കോട്ടെ, എല്ലാ കാര്യങ്ങളും നമ്മുടെ ക്യാമ്പസിനകത്ത് തന്നെ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഞാൻ വേറെ കാര്യം ചോദിക്കട്ടെ, ഒരു കുട്ടിക്ക് പഠനത്തോടൊപ്പം തന്നെ ഇമ്പോർട്ടൻ്റ് ആയ ഒരു കാര്യമാണ് ഭക്ഷണം കഴിക്കുക എന്നുള്ളതും ഭക്ഷണത്തിൻ്റെ സമയവും. അതിനെ പറ്റി എന്തെങ്കിലും സ്ട്രാറ്റജി ഉണ്ടോ? അതായത് നമ്മുടെ സൈലം നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യുന്നത് സെൻട്രലൈസ്ഡ് കിച്ചൺ ആണ്. സെൻട്രലൈസ്ഡ് കിച്ചൺ എന്ന് വെച്ചാൽ എല്ലാ ഹോസ്റ്റലിലോട്ടും ഒരേ സമയത്ത് ഒരേ കിച്ചണിൽ നിന്നായിരിക്കും ഭക്ഷണം കൊണ്ടുപോകുന്നത്. അതേപോലെ തന്നെ 500ഓളം കുട്ടികൾക്ക് ഒരേ സമയം ഇരുന്ന് ഭക്ഷണം കഴിക്കാനുള്ള വിശാലമായ ഡൈനിങ് ഏരിയ ആണ് നമ്മളിവിടെ പ്രൊവൈഡ് ചെയ്യുന്നത്. ചുരുക്കി പറഞ്ഞാൽ ഒരു കുട്ടി ക്യാമ്പസിനകത്ത് കയറി വന്നാൽ ആ കുട്ടി ചെയ്യേണ്ട ഒരേ ഒരു കാര്യം എന്ന് പറയുന്നത് പഠിക്കുക എന്നത് മാത്രമാണ്. ബാക്കി എല്ലാ ഫെസിലിറ്റീസും ഞങ്ങൾ നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യുന്നതാണ്. കേരളത്തിന്റെ ഏതൊരു ജില്ലയിൽ നിന്ന് നിങ്ങൾക്ക് സൈലത്തിന്റെ ഹൈബ്രിഡ് ക്യാമ്പസ് യൂസ് ചെയ്യാം. വിശാലമായ ഹോസ്റ്റൽ സൗകര്യമാണ് ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി ഒരുക്കി വെച്ചിരിക്കുന്നത്. നീറ്റ് ജെയൊക്കെ ക്രാക്ക് ചെയ്യണമെന്നാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നതെങ്കിൽ നിങ്ങളുടെ ഏറ്റവും ബെസ്റ്റ് ഓപ്ഷൻ തന്നെയാണ് സൈലത്തിന്റെ ഹൈബ്രിഡ് സെന്ററുകൾ എന്ന് പറയുന്നത്. കേരളത്തിനകത്ത് ഒരുപാട് ഹൈബ്രിഡ് സെന്ററുകളാണ് നിങ്ങൾക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുന്നത്. അപ്പോൾ സൈലത്തിനൊപ്പം നിന്ന് നമുക്ക് നീറ്റ് ജെയും ഒരുമിച്ച് ക്രാക്ക് ചെയ്യാം. ഓൾ ദ ബെസ്റ്റ്.